എന്ത് നഷ്ടപ്പെട്ടു? നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കി എന്ന് ചിലർ പറയും. നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കി എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പണം മുടക്കുന്ന ഒരാളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം തന്റെ സമയവും കുടുംബജീവിതവും പണവും മുടക്കുന്നു. ഞാൻ പണം മുടക്കുന്നില്ല, ഞാൻ പരാതി പറയുന്നു. അദ്ദേഹം പണം മുടക്കുന്നു, ഞാൻ പരാതി പറയുന്നു. അതിൽ കാര്യമില്ല, അതിനാൽ വാതിൽ തുറന്നിട്ടിരിക്കുന്നു. നിങ്ങൾ വന്ന് പുതിയ കഴിവുകൾ പഠിക്കുന്നത് വളരെ മികച്ച കാര്യമാണ്. വിക്ടറി വിത്ത് ആഷിൽ നിങ്ങൾക്കത് വായിക്കാം. നിങ്ങൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ്. ഇത് സൗജന്യമായി നിങ്ങൾക്ക് കളയാൻ ആഗ്രഹിക്കില്ല, നിങ്ങൾ വന്ന് പഠിക്കുന്നു. നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ എന്റെ അറിവ് എടുത്തതിന് എന്റെ പണം തിരികെ തരൂ എന്ന് മിസ്റ്റർ ആഷ് നിങ്ങളോട് പറയില്ല. നിങ്ങൾക്കായി വാതിൽ തുറന്നിട്ടിരിക്കുന്നു. ഔദാര്യം ഈ മനുഷ്യനെക്കൊണ്ട് ഇത് എങ്ങനെ ചെയ്യിക്കാൻ കഴിയും? അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഔദാര്യം എന്നത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒന്നാണ്. അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ അതാണ് സത്യം. നിങ്ങൾ എത്രമാത്രം ഔദാര്യവാനാകാൻ ആഗ്രഹിക്കുന്നു? നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നിങ്ങൾ വരാൻ തിരഞ്ഞെടുത്താൽ വാതിൽ നിങ്ങൾക്കായി തുറന്നിട്ടിരിക്കുന്നു. പക്ഷേ നിങ്ങൾ നല്ല വിശ്വാസത്തോടെ വരികയാണെങ്കിൽ മാത്രം. അതാണ് അതിന്റെ കാര്യം. നിങ്ങൾ വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ടായിരിക്കണം. അല്ലാതെ എന്റെ സമയം പോകുന്നു എന്ന് പറഞ്ഞ് പിറുപിറുക്കുകയും കരയുകയും ചെയ്യുന്ന ഒരാളായിരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ 24 മണിക്കൂർ നിങ്ങളുടെ ജോലി ചെയ്യാൻ ഉണ്ട്. ഉദാഹരണത്തിന്, ഞാൻ ഇവിടെ ഇരിക്കാനും സംസാരിക്കാനും ആഷ് എനിക്ക് ഒന്നും നൽകുന്നില്ല, കാരണം ഞാൻ എന്റെ ജോലിയിൽ നിന്ന് വന്നതാണ്. ആൻഡി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ജോലിയിലായിരുന്നു. ഞാൻ എന്റെ 24 മണിക്കൂർ ഉപയോഗപ്രദമാക്കി. അതിനാൽ ഇവിടെയിരുന്ന് സംസാരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ഒന്നും എടുത്തുകളയുന്നില്ല. അത് അവിടെയുള്ള ഒരാളെ അവന്റെ ജീവിതം ശരിയായ സമയത്ത് മാറ്റാൻ പോകുന്ന ഒരു കാര്യത്തിലേക്ക് നോക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ മാത്രമാണ് സഹായിക്കുന്നത്. അതിനാൽ ആൻഡി, അതാണ് ഇന്നത്തെ എന്റെ വാക്കുകൾ. നന്ദി. നന്ദി കോളിൻസ്. പീറ്റർ, നിങ്ങൾക്ക് അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് നമുക്ക് നല്ലയൊരു പ്രഭാഷണം ലഭിച്ചെന്ന് ഞാൻ കരുതുന്നു. കോളിൻസിൽ നിന്ന് മറ്റുള്ളവരെപ്പോലെ ഞാനും ഒരുപാട് പഠിക്കുന്നു. അദ്ദേഹം വളരെ പോസിറ്റീവായ ചിന്താഗതിയുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിക്കുന്നു. അദ്ദേഹം എന്നെയും സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇതൊരു ആഷിൽ നിന്നുള്ള സമ്മാനമാണ്. നമ്മൾ ഉൾപ്പെടുന്നതിനെക്കുറിച്ച് കൂടുതൽ പോസിറ്റീവായിരിക്കണം. നമ്മൾ ലക്ഷ്യങ്ങൾ വെക്കണം. നമ്മൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഉയരണം. വ്യക്തികളെന്ന നിലയിൽ എന്റെ പ്രായത്തിൽ നിങ്ങൾക്ക് 60 വയസ്സാകുമ്പോൾ നിങ്ങളുടെ മനോഭാവവും കാഴ്ചപ്പാടും മാറ്റാൻ പ്രയാസമാണ്. പക്ഷേ ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ അത് ശ്രമിക്കാൻ തയ്യാറാണ്.